എല്ലാവർക്കും നവനീതം ഹോംലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. നാരായണീയം ചൊല്ലുന്ന പതിവുണ്ട് കേട്ടോ. കുറച്ച് നാളായിട്ട് അതൊന്ന് മുടങ്ങിയിരിക്കുകയായിരുന്നു. അതിന്ന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇന്നും വയലാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ? എനിക്ക് പക്ഷേ ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആണ് രാവിലെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കൂ, ആരോഗ്യത്തോടെ ഇരിക്കൂ. ഇത് ഭയങ്കര പോസിറ്റിവിറ്റി മനസ്സിന് തരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നേരെ അകത്തോട്ട് കയറി വന്നിട്ടുണ്ടേ. അപ്പോൾ അകത്തോട്ട് വന്നപ്പോൾ ഈ കൊല നമ്മൾ കഴിഞ്ഞ ദിവസം പൊന്മുടി പോയപ്പോൾ വാങ്ങിച്ച കേട്ടോ, കദളി കൊലയാണേ. അപ്പോൾ അത് പഴുത്തു. അപ്പോൾ ഇന്ന് പുട്ടും പഴമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് വന്ന് അരി ഇട്ടു. അരി തിളച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങി റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചു. പിന്നെ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കത്തേക്ക് അരയ്ക്കുന്നത്. കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത്. എനിക്ക് കാന്താരിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ചമ്മന്തി ആയിട്ടുണ്ട്. കത്തിരിക്ക നമുക്കൊന്ന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇത്ര ഇട്ടിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ചെറുപയർ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു. എന്നിട്ട് ഇതാ വന്ന് കത്തിരിക്ക ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു പീസ് കുമ്പളങ്ങ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിച്ചപ്പോൾ കിട്ടിയായിരുന്നു കേട്ടോ. കുമ്പളങ്ങയും സവാളയും ഒരു പകുതി പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് പാത്രം വെച്ച് കടുക് പൊട്ടി അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇളക്കിയിട്ട് ഉപ്പിട്ട് അടച്ചു വയ്ക്കാം. അരപ്പിന് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്ര കേട്ടോ. ഞാൻ ജീരകമൊന്നും ഇടാറില്ല തോരൻ വയ്ക്കും. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തു. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഞാനൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഇളക്കിയിട്ട് അരപ്പിട്ട് കൊടുത്തു. പയറും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ അതൊന്ന് തുറന്ന് ഇളക്കിയപ്പം വെള്ളമയം ഒന്നുമില്ല. ഒന്ന് ചിക്കി തുറത്തിയെടുത്താൽ തോരൻ റെഡി. പിന്നെ വെണ്ടയ്ക്ക കേട്ടോ. പുകയും കരിയൊക്കെ വരുന്നത് എന്താണെന്ന് അറിയാമോ? ആ പാത്രം നല്ലോണം ഒന്ന് ചൂടായി പോയിരുന്നു. ഞാൻ മുറ്റത്തൊന്ന് പോയിരുന്നു അതിനിടയ്ക്ക്, അതുകൊണ്ടാട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് അതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറുന്നവരെ ഒന്ന് വഴട്ടിയിട്ട് ഉരുളക്കിഴങ്ങും സവോളയും കോവയ്ക്കയും പച്ചമുളകും കൂടെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അടച്ചു വയ്ക്കാം. വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു. പിന്നെ ഒന്ന് തുറന്ന് ഇളക്കിയപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി ഒന്നും കൂടെ വയ്ക്കാം കേട്ടോ. ഈ കുപ്പി കൊണ്ട് മുറ്റത്ത് ഉണങ്ങാൻ വയ്ക്കാനാണ് ഞാൻ ഇടയ്ക്ക് ഓടിപ്പോയത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇന്നലത്തെ കദളിക്കൊലയിൽ നിന്ന് 2 പച്ചക്കായ ഞാൻ അടിച്ചു മാറ്റി വെച്ചിരുന്നു കേട്ടോ. അതും കൂടെ ഇട്ട് ഇളക്കി വേവിച്ചെടുത്തപ്പോൾ മെഴുക്കുവരട്ടിയായി. അപ്പോൾ ഈ പൊതിച്ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചമ്മന്തി ആക്കിയത്. തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മെഴുക്കുവരട്ടി, ചമ്മന്തി, പപ്പടം, കത്തിരിക്ക ഫ്രൈ ഇതും കൂടെ വെച്ചപ്പോൾ പൊതിച്ചോറായി കേട്ടോ. എനിക്ക് മോനുമാണ് കേട്ടോ ഇത്. ചേട്ടൻ ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് വരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതാണ്. ഞങ്ങൾക്കിന്ന് എനിക്കും മോനൊന്നും നോൺ വെജ് ഒന്നുമില്ല. ഇത് ചൊവ്വാഴ്ചത്തെ കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരിക്കലാണ്, നാളെ ഏകാദശിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചിട്ട് ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും മിനിങ്ങാന്ന് കഴുകി വെച്ച കുരുമുളക് അവിടെ നല്ലോണം ഉണങ്ങിയായിരുന്നു കേട്ടോ. നല്ലതായിട്ട് ഉണങ്ങിയിരിപ്പുണ്ട്. 2 ദിവസത്തെ ഉണക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് പൊടിച്ച് വയ്ക്കാം.
ഇത് ഇട്ട് വയ്ക്കാനുള്ള കുപ്പി കഴുകി ഉണങ്ങാനാണ് മുമ്പേ പോയത് കേട്ടോ. അപ്പോൾ അത് കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത്രയുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ ഫുള്ളുണ്ട്, ഒന്നിൽ മുക്കാലടേ ഉള്ളൂ. അടപ്പടച്ചപ്പോൾ തിരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞതാ മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്ന് കൂവുന്നില്ല, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പം അദ്ദേഹത്തെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. അവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഗുണ്ടുവാണ് കേട്ടോ. അപ്പോൾ ഇത് സാധുവാണ്. അപ്പോൾ അവരെയൊക്കെ പിന്നെ അഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാവരുടെയും കുളി തീറ്റ എല്ലാം കഴിഞ്ഞു. ഇത് ചിഹ്നമാണ് കേട്ടോ. അങ്ങനെ അവരെ കുറച്ച് നേരമൊക്കെ പരിപാലിച്ചു, എല്ലാവരെയും കൂട്ടിലൊക്കെ കയറ്റി. പിന്നെ നേരെ വന്ന് മുറ്റം തൂത്ത് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി. പിന്നെ ഇത് അത്താഴമാണ് കേട്ടോ. ഗോതമ്പ് പുട്ട്, മുതിര പുഴുങ്ങിയത്, പപ്പടം. അപ്പോൾ അത് കഴിച്ചു. ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചാച്ചി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.